Good morning, all. Good morning, ma'am. Okay, good morning. നമ്മള് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ലെവൽസ് ഓഫ് ലബോറട്ടറീസ് വരെ എടുത്ത് നിർത്തിയത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് എക്യുപ്മെന്റ് ആണ് തുടങ്ങാനുള്ളത്. അപ്പോ വായിച്ചായിരുന്നു എല്ലാവരും? അവിടെ വരെയൊക്കെ ഒന്ന് നോക്കിയോ? വായിച്ചോ? ഓക്കെ. വായിക്കാത്തവരുണ്ടാവുന്ന കൂട്ടത്തില് കുഴപ്പമില്ല, കണ്ടിന്യൂഷൻ ഒന്ന് കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്യുപ്മെന്റ് ആണ് എടുക്കുന്നത്. Equipment. Each laboratory should arrange a list of equipment needed for functioning of the laboratory depending on the kind of test performed. Equipments consist of hardware and software of instruments, measuring system and laboratory information systems. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഒരു ലബോറട്ടറിയിലെ ഡിഫറെന്റ് തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ? നിങ്ങൾ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് കണ്ടിരിക്കുന്നത്? മീൻസ് നമ്മൾ കാഴ്ചയില് മീൻസ് ഒന്ന് കയറുമ്പോ എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സ് കണ്ടിട്ടുള്ളത്? എന്തൊക്കെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ഒരു എക്യുപ്മെന്റ്സും കണ്ടിട്ടില്ല ആരും? കണ്ടിട്ടില്ല? ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, നോക്കാം. നമ്മളിവിടെ പറയുന്നത് ഒരു ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ലബോറട്ടറിയിലെ പരിശോധനകളും അല്ലെങ്കിൽ നടത്തിയ പരിശോധനകൾ എന്തൊക്കെ പരിശോധനകളാണ് നമ്മൾ നടത്തുന്നത് അതിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം അതിനാവശ്യമായിട്ടുള്ള ഒരു ഉപകരണങ്ങളുടെ ഒരു ലിസ്റ്റ് ആ ഒരു ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം. അതായത് അത്യാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ടെസ്റ്റ് ട്യൂബ് വരുന്നുള്ളൂ ഇപ്പൊ ഓരോരുത്തർ ആലോചിച്ച് വരുന്നുള്ള സിറിഞ്ച്. ഓക്കെ, അപ്പോ നമ്മളൊരു ലബോറട്ടറിയിലൂടെ എക്യുപ്മെന്റ്സിൽ പറയുന്നത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ ഒരു ലിസ്റ്റ് ഒരു ലബോറട്ടറിയിൽ അറേഞ്ച് ചെയ്യണം. ഇനി എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സിൽ ഉൾപ്പെടുത്തേണ്ടത്? ഹാർഡ്വെയർ ആയിട്ടുള്ളതും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ മെഷറിംഗ് സിസ്റ്റംസ്, മെഷർ ചെയ്യുന്നത് ബ്ലഡ് കണ്ടെയ്നർ പറയാം കേട്ടോ. അപ്പോ അങ്ങനെ മെഷറിംഗ് സിസ്റ്റംസ് ഇതെല്ലാം ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റംസ് ഇതെല്ലാം ഉൾപ്പെടുന്നതായിരിക്കണം ഒരു എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യണം. അത് ഹാർഡ്വെയറുകൾ ഉണ്ടാവാം, സോഫ്റ്റ്വെയറുകൾ, ഇൻസ്ട്രുമെന്റ്സുകൾ, മെഷറിംഗ് സിസ്റ്റം ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ഉണ്ടാവും അല്ലെ? ടെസ്റ്റുകളുടെ റിസൾട്ടും മറ്റും ഇൻഫോർമേഷൻ സിസ്റ്റം വഴി കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. Then the following should be made sure. ഇനി എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങൾ അല്ലെ എന്തൊക്കെയാണ് ഒരു ലബോറട്ടറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, equipment should be chosen to meet the requirements of the laboratory with regards to design and capacity. അതായത് എന്താണ്? ലബോറട്ടറിയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നല്ല ശേഷിയുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന്. വർക്കബിൾ ആയിട്ടുള്ള നല്ല ഉപകരണങ്ങളായിരിക്കണം നമ്മൾ എക്യുപ്മെന്റ്സ് തിരഞ്ഞെടുക്കുവാൻ. പ്രവർത്തിക്കാത്ത വല്ല ഉപകരണം കൊണ്ട് വെച്ചിട്ട് വല്ല ഉപകാരമുണ്ടോ? ഇല്ല. അപ്പോ നല്ല രീതിയിൽ പ്രവർത്തനരഹിതമായി പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളായിരിക്കണം നമ്മൾ എക്യുപ്മെന്റ്സുകളായിരിക്കണം ലബോറട്ടറിയിൽ വെക്കുവാൻ. ഇനി സെക്കൻഡ് വൺ നോക്കാം. All equipment should be qualified before it's taken for clinical use. നമ്മൾ ചികിത്സാപരമായിട്ട് ഉപയോഗിക്കുന്നതിന് മുൻപ് അത് പ്രവർത്തിക്കുന്നതാണോ അത് ക്വാളിഫൈ ചെയ്യണം അല്ലെ? ഇപ്പൊ ഏതെങ്കിലും സിറിഞ്ചൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും അല്ലെ? ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു മെഷീൻ വർക്ക് ആവുന്നില്ല അല്ലെ? ലബോറട്ടറിയിൽ ചിലപ്പോ ബ്ലഡ് എടുക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കബിൾ അല്ല എങ്കിൽ ആ ടൈമിൽ അത് ബുദ്ധിമുട്ടാകും. സോ നമ്മൾ എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ അത് ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. All equipment should be usable condition at all times. എല്ലാ ടൈമിലും അത്
എന്താണ് യൂസബിൾ ആണോ, ഉപയോഗം ഇതാണോ എന്ന് ചിലതൊക്കെ ചാർജ് ചെയ്യാനായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ചാർജ് ഉണ്ടോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നാലാമത്തെ പോയിന്റ് നോക്കാം. റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. റെഗുലർ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ്, പരിശോധന ചെയ്യണം. എല്ലാ മെഷീൻസുകളും ഇടയ്ക്കൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തു, മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടോ, എന്തെങ്കിലും ശരിയാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ലെൻസ് ആയിക്കോട്ടെ മൈക്രോസ്കോപ്പ് ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് അതിനുള്ളിൽ ലെൻസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് നോക്കാം അല്ലെ, അതൊക്കെ ക്ലിയർ ആണോ, എന്തെങ്കിലും പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വെക്കുക. Maintenance performed as per recommendation of the manufacturer or more as required. Example, with overuse of aging of equipment. ഇപ്പോ എന്തെങ്കിലും എക്യുപ്മെന്റുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഡാമേജുകളൊക്കെ സംഭവിക്കാം. ഇപ്പൊ നമ്മൾ തന്നെ എന്തെങ്കിലും എക്യുപ്മെന്റ് ഓവറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കാം. അപ്പോ അങ്ങനെയൊക്കെ എക്യുപ്മെന്റ്സ് ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ തകരാറ് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ വെച്ച് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്മൾ ഫുൾ ടൈം ഓവർ ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോണിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം ഇല്ലേ. എപ്പോഴും ഭയങ്കരമായിട്ട് യൂസിങ് ആണെങ്കിൽ ഫോണിന് എന്ത് സംഭവിക്കും, ചിലപ്പോൾ അതൊന്ന് ഹാങ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് ഇല്ലേ. ആണോ? നമ്മൾ ആരും ഉപയോഗിക്കാറില്ല, അതാണോ? അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഒത്തിരി ഉപയോഗിക്കുകയാണെങ്കിൽ ഫോണൊക്കെ പെട്ടെന്ന് ഹാങ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലബോറട്ടറി എക്യുപ്മെന്റ്സ് ഒക്കെ ഒത്തിരി ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഹാങ് ആവാനൊക്കെ ബാറ്ററി ഡാമേജും സംഭവിക്കാം. സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു മെഷീൻ ഓവറായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് ഡാമേജ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. Then laboratories should maintain inspection of operations and maintenance of equipment in the form of SOP. A copy of same should be made available near equipments. Appo SOP വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? SOP സൈഡിൽ എഴുതിയിട്ടുള്ളൂ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എഴുതിപ്പോയിക്കോളൂ പറയുമ്പോ തന്നെ. SOP standard operating procedure. Standard operating procedure. Okay, എഴുതിയോ? അപ്പൊ ഇവിടെ പറയുന്നത് ലബോറട്ടറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അതായത് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ ഒരു SOP ഫോമിൽ എഴുതി സൂക്ഷിക്കണമെന്ന്. SOP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പ്രക്രിയ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നത് ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പ് ഇപ്പൊ ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ അതിനുള്ളിൽ ലെൻസ് ഇതാണൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ട് സ്റ്റെപ്പായിട്ട് ഉള്ളൊരു നിർദ്ദേശങ്ങൾ എഴുതാൻ. അതിനാണ് ഈ SOP ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയ SOP എന്താണെന്ന്? ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് ആ എക്യുപ്മെന്റ്സ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഘട്ടം ഘട്ടമാക്കിയിട്ട് SOP ഒരു ഫോമിൽ എഴുതുക. ക്ലിയർ ആയോ SOP? ആയോ? വലിയ ക്ലാസ്സില്? ഓക്കെ. Then a copy of the same should be made available near the equipment. ഇനി നമ്മൾ SOP ഫോമിലോട്ട് ആക്കി. ഈ SOP ഫോമിലോട്ട് ആക്കിയതിന്റെ ഒരു കോപ്പി, അതിനൊരു ഫോട്ടോസ്റ്റാറ്റ്, അതിനൊരു കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, ആ എക്യുപ്മെന്റ്സിന്റെ അരികത്ത് തന്നെ വെക്കാൻ. എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കി പറയണോ? അതായത് ഇപ്പോ ലബോറട്ടറിയിലെ എക്യുപ്മെന്റ്സുകളുണ്ട്, എങ്ങനെയാണ് എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യിപ്പിക്കണേന്ന്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടതെന്ന് ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു പ്രൊസീജിയർ പോലെ ചെറിയൊരു ഫോമിൽ എഴുതി വെക്കുക. അതിനാണ് SOP ഫോം എന്ന് പറയുന്നത്. മീൻസ് നിർദ്ദേശങ്ങൾ ഘട്ടമായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ ഒരു കോപ്പി ആ എക്യുപ്മെന്റിന്റെ അരികത്ത് തന്നെ വെക്കുകയാണ്. എക്സാമ്പിൾ പറയാം, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. നിങ്ങൾ ATM കയറാറുണ്ടോ? ക്യാഷ് എടുക്കാനായിട്ട് നമ്മൾ ATM കൗണ്ടറിൽ പോകാറുണ്ട്. പോയിട്ടുണ്ടോ? യെസ്. അവിടെ നമ്മൾ ആ ATM മെഷീന്റെ ഫ്രണ്ടിലായിട്ട് എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പൈസ നമ്മൾക്ക് നിക്ഷേപിക്കുന്നതും എങ്ങനെയാണ്, അല്ലെങ്കിൽ കാർഡ് നമ്മൾ പുതിയ അല്ലെങ്കിൽ നമ്പർ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ പിൻ ജനറേറ്റിംഗ് സ്റ്റെപ്സ് ഉണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഒരു നിർദ്ദേശങ്ങൾ പോലെ ചെറിയൊരു ഇതില് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്?
അല്ലെ? അപ്പൊ സെയിം അതുപോലെ തന്നെയാണ് ഇവിടെയും ഓരോ എക്യുപ്മെന്റ്സും നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ ഘട്ടം ഘട്ടമായിട്ട് സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിനെയാണ് ഇവിടെ SOP ഫോമിൽ എന്ന് പറയുന്നത്. ആ ഘട്ടം ഘട്ടമായിട്ട് എഴുതിയത് നമ്മൾ ATM മെഷീനിന്റെ അവിടെ വെക്കില്ലേ, അതുപോലെ തന്നെ ഇവിടെ വെക്കുക എക്യുപ്മെന്റ്സിന്റെ സൈഡിലായിട്ട് അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് വെക്കുക. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ഞാൻ ചെറിയ എക്സാമ്പിൾ ഒക്കെ പറയണോ അല്ലെ, ക്ലിയർ ആവണമെങ്കിൽ. ഓക്കെ, then next നോക്കാം, all equipment should undergo അതേന്ന് ഓക്കെ പറയാൻ പറ്റുന്ന എക്സാമ്പിൾ പറയാം കേട്ടോ. all equipment should undergo calibration and verification. എല്ലാ എക്യുപ്മെന്റ്സും അതിന്റെ കാലിബ്രേഷനും അല്ലെങ്കിൽ എന്താണ് നമുക്ക് അതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുക. കാലിബ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യത, അത് വർക്കബിൾ ആണോ, കൃത്യമായിട്ടും അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കൃത്യത അളക്കുക. അതിനാണ് കാലിബ്രേഷൻ വിളിക്കുന്നത് കേട്ടോ. എല്ലാ ഉപകരണങ്ങളും പരിശോധനയൊക്കെ നടത്തുക, വർക്കിംഗ് ആണോ, അതിന്റെ കൃത്യതയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. then maintenance contracts including warranty cards, telephone numbers of personnel needs to be conducted in the event of equipment malfunctioning should be kept safely but within reach for the user. അല്ലെ? അതായത് നമുക്കറിയാം ഇപ്പൊ ഉപകരണങ്ങൾ ശരിയായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തകരാറൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വാറണ്ടി കാർഡൊക്കെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഏതൊരു വസ്തു വാങ്ങിക്കുമ്പോഴും അതിനൊരു വാറണ്ടി കാർഡ് കിട്ടാറുണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് ഫോൺ വാങ്ങിക്കുമ്പോ അതിനൊരു വാറണ്ടി കാർഡ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഉപകരണങ്ങൾ ആയിക്കോട്ടെ അത് വാങ്ങിക്കുമ്പോൾ ഒരു വാറണ്ടി കാർഡൊക്കെ ഉണ്ടാവും. ടെലിഫോൺ നമ്പറും മീൻസ് അവർ വന്ന് വീട്ടിൽ വന്ന് ശരിയാകും. ഇത്ര വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ വരികയാണെങ്കിൽ അവർ തന്നെ അവരുടെ കമ്പനിയിൽ നിന്ന് ആളുകൾ വന്ന് റെഡിയാക്കിയിട്ട് തരും. ഇല്ലേ? തരാറുണ്ടോ? സെയിം അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും എക്യുപ്മെന്റ്സിന് വാറണ്ടി കാർഡ് സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക. നമുക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സിന് കംപ്ലൈന്റ് വരികയാണെങ്കിൽ ഫംഗ്ഷനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിയായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് ആ പേഴ്സണെ കോൺടാക്ട് ചെയ്യാവുന്നു. അതായത് ഈ വാറണ്ടി കാർഡിൽ നമ്പർ ഉണ്ടാകും അവരുടെ അല്ലെ? അപ്പൊ ആ നമ്പറിൽ വിളിച്ചിട്ട് അവരൊന്ന് കോൺടാക്ട് ചെയ്യുക. should be kept safely but within reach for the user. അപ്പൊ യൂസറിന് നമ്മൾ ഉപകരണങ്ങൾ തകരാറായിട്ട് വരികയാണെങ്കിൽ ഈ വാറണ്ടി കാർഡൊക്കെ വെച്ചിട്ട് അവർ നമുക്ക് വിളിച്ചിട്ട് ഇത് ക്ലിയർ ആയിട്ട് ശരിയാക്കിക്കാം. Then last one, user manual should be readily available for reference. അതുപോലെ തന്നെ ഉപയോഗ മാനുവല് ഏറ്റവും എളുപ്പം ലഭ്യമായിരിക്കണം. ഉപയോഗ മാനുവൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വർക്കിംഗ് ചെയ്യേണ്ടതൊക്കെ ആ ഒരു വിവരങ്ങൾ സൈഡിൽ നമ്മൾ എഴുതി ഒട്ടിക്കാന്ന് പറഞ്ഞില്ലേ, അത് അവൈലബിൾ ഏറ്റവും അടുത്ത് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മള് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാൻ വിളിക്കേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ എപ്പോഴും അരികത്ത് തന്നെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും മീൻസ് അത് പ്രവർത്തിക്കാൻ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വാറണ്ടി കാർഡ് അന്വേഷിച്ച് നടക്കേണ്ടതായിട്ട് വരും അല്ലെ? സോ അതിനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ എപ്പോഴും നമ്മളുടെ അവൈലബിൾ ആയിരിക്കണം. ക്ലിയർ ആയോ? എക്യുപ്മെന്റ്സിൽ പറയുന്ന കാര്യങ്ങള് ഓക്കെ ആണ് എല്ലാവരും? ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എക്യുപ്മെന്റ്സ് പെട്ടെന്ന് തന്നെ വായിച്ചു നോക്കിക്കോളൂ. ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂസർ മാനുവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉപയോഗ മാനുവൽ മീൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, എക്യുപ്മെന്റ്സ് ഒക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരു എഴുതിയിട്ടുണ്ടാവും യൂസർ മാനുവൽ. ഒരു ചെറിയൊരു ബുക്ക് പോലെയൊക്കെ കിട്ടില്ലേ, നമ്മള് ഇപ്പൊ ഒരു മിക്സി ഒക്കെ വാങ്ങിക്കുന്നത് അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നൊക്കെ ഒരു ചെറിയൊരു ബുക്ക് പോലെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അല്ലെ? സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും അടികത്ത് തന്നെ സൂക്ഷിക്കുക. കാരണം എന്തെങ്കിലും മാൽ ഫംഗ്ഷനിങ് ഇതുപോലെ പ്രവർത്തിക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഫോൺ വാങ്ങിക്കുമ്പോഴും അങ്ങനെ കിട്ടാറുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു വാറണ്ടി കാർഡ് പോലെ ചെറിയൊരു ബുക്സ് നമ്മൾ എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് വാങ്ങിക്കുമ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് ഒരു ബുക്കും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ട രീതികള്. നമുക്കിങ്ങനെ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ മാത്രം പെട്ടെന്ന് കിട്ടാവും അല്ലെ? വായിച്ചു നോക്കിക്കോളൂ പോയിന്റ്സ്.
വെറുതെ വായിച്ചാൽ ബോറടിക്കുന്നു. ഓക്കെ. എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഞാൻ മാക്സിമം പറയാറുണ്ടല്ലോ, പറയാറില്ലേ? എന്തെങ്കിലും ഫിലിമോ അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകുള്ളൂ എന്ന് എനിക്കറിയാം കേട്ടോ. അപ്പൊ പറയാൻ പറ്റുന്ന എക്സാമ്പിൾ മാക്സിമം പറയാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് എക്സാമ്പിൾ ഒന്നും പറയാൻ പറ്റില്ല. എക്സാക്ട് ആ പോയിന്റിന്റെ മീനിങ് മാത്രം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്തൊക്കെയാണ് പോളിസീസും അവിടുത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് ലബോറട്ടറിയില്ല. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഫസ്റ്റ് വൺ ആണ് സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻസ്. എന്തൊക്കെയാണ് സാമ്പിൾ ലേബലിംഗിൽ വരുന്നത് നോക്കാം. SOP എക്യുപ്മെന്റ്സ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് പ്രവർത്തന രീതിയൊക്കെ എഴുതുന്ന ഒരു ചെറിയൊരു ഫോർമാറ്റ് പോലെ എഴുതുക. നിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ് കേട്ടോ. ചെറിയ ഘട്ടമായിട്ട് ഇപ്പൊ നമ്മൾ APM ഓർഡറിൽ പറഞ്ഞില്ലേ, അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെ ഒന്ന് എഴുതുന്നത് നോക്കാം. സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പെസിമെൻ ഷുഡ് ബി അറ്റാച്ച്ഡ് വിത്ത് at least 2 unique identifiers, example name, age, etc. നമ്മൾ എന്താണ് സ്പെസിമെൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പെസിമെൻ മാതൃക എന്നാണ് മലയാളത്തിൽ അതിന്റെ മീനിങ് പറയുക. പക്ഷേ ഇവിടെ സംബന്ധിച്ച് എന്താണ് സ്പെസിമെൻ? ലാബിലെ സ്പെസിമെൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ സൈഡിലൊന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ. സാമ്പിൾ തന്നെയാണ്. അതായത് ഇപ്പൊ യൂറിനോ ബ്ലഡോ അതിന്റെ സാമ്പിൾ അറിയാൻ പാടില്ലാത്തവരാണ് ഇവിടെ എഴുതി വെച്ചോളൂ. ആളെ അത് വായിക്കുമ്പോൾ സ്പെസിമെൻ എന്താണെന്ന് ആലോചിച്ചിരിക്കേണ്ടതായിട്ട് വരും. സോ സ്പെസിമെൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ടെസ്റ്റ് സാമ്പിൾസ് ആണ് അല്ലെ. അതായത് യൂറിനോ ബ്ലഡോ അങ്ങനെ എടുക്കുന്ന സാമ്പിൾസ്. അപ്പൊ അതിനൊപ്പം അറ്റ്ലീസ്റ്റ് 2 ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മൾ ആ സാമ്പിളിന്റെ കുക്കിംഗ് കൊടുക്കുമ്പോൾ നെയിമും ഏജും എഴുതിയിരിക്കണം. സാമ്പിൾ കൊടുക്കുമ്പോൾ നെയിമും ഏജും. Specimen labeling using barcode is an option that may decrease errors. നമ്മൾ നെയിമും ഏജും കൊടുക്കുന്നതിനോട് ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബാർകോഡ് നമുക്ക് അതിനൊപ്പം വെക്കാണ്. ബാർകോഡ് വെക്കുന്നത് വേറെ കറക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആ ബാർകോഡ് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ലേബൽ may include following details. ഇനി ലേബലിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉൾക്കൊള്ളുന്നത്? Patient name, age and gender. Patient name, age, gender എഴുതുക. Patient ID, അതായത് ID നമ്പറോ അങ്ങനെ എന്തെങ്കിലും പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുണ്ടാവും. Then test requested, ഏത് ടെസ്റ്റ് ആണോ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ. നമ്മൾ ആ ഒരു സാമ്പിള് ശേഖരിച്ച ഡേറ്റും ടൈമും ഇത്രയും കാര്യങ്ങളാണ് ലേബലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്പെസിമെനിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യേണ്ടത് നെയിമും ഏജും അറ്റാച്ച് ചെയ്യുക. ദെൻ സ്പെസിമെൻ ലേബലിംഗിൽ നമ്മൾ ഒരു ബാർകോഡ് വേണമെങ്കിൽ വെക്കാം, കറക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. ദെൻ ബാക്കി ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പേഷ്യന്റിന്റെ നെയിം കൊടുക്കുക, ഏജ് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ദെൻ പേഷ്യന്റിന്റെ ID കൊടുക്കുക, ടെസ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുക, അതുപോലെ തന്നെ ടൈമും ഡേറ്റും കൊടുക്കുക. നെക്സ്റ്റ് വൺ, രണ്ടാമത് പറയുന്നത് റിക്വസിഷൻ ഫോം ഓർ ടെസ്റ്റ് റിക്വസിറ്റ് ഫോം. റിക്വസിഷൻ ഫോം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം എന്നും പറയാം. നോക്കാം. The requisition form should be finished by doctor or health worker requesting the test and sent together with the specimen patient into the laboratory. ഇവിടെ ഡോക്ടറാണ് നമ്മളുടെ റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യുന്നത്. എന്താ റിക്വസിഷൻ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മീൻസ് ഒരു എന്താ പറയാ ഒരു ഫോമാണ്. അതിലിങ്ങനെ കോളംസ് ഒക്കെ ആയിട്ട് ഓരോ ടെസ്റ്റുകളുടെ പേരുണ്ടാവും. അതിന്റെ സൈഡിൽ ഡോക്ടർ ടിക്ക് ചെയ്ത് തരും ഏതാണ് നമുക്ക് ചെയ്യേണ്ട ടെസ്റ്റ് എന്ന്. ഡോക്ടർ ഒന്ന് ടിക്ക് ചെയ്ത് മാർക്ക് ഇട്ടിട്ടുണ്ടാകും അല്ലെ. റിക്വസിറ്റ്
അതിനാണ് ഈ റിക്വസ്റ്റ് ഫോം. ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് സെയിം തന്നെ. ഇപ്പൊ WBC നോക്കാനാണോ അല്ലെങ്കിൽ HP നോക്കാനാണോ ഏതാണോ അതിന്റെ നേരെ ഡോക്ടർ ടിക്ക് ചെയ്ത് തരും. അതിനാണ് ഈ റിക്വസിഷൻ ഫോം എന്ന് വിളിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാതെ. ഇനി ലാബിലൊക്കെ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ, ഇങ്ങനത്തെ ഒരു ടിക്കൊക്കെ ചിലപ്പോൾ ഒരു ഫോം തന്നിട്ടുണ്ടോന്ന് നോക്കോ. ഇത്രയും നാളെ നമ്മൾ നോക്കിയില്ലല്ലോ, നോക്കിയാലും ആരെങ്കിലോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. പക്ഷെ ഇത് നമുക്ക് ആവശ്യമുണ്ട്. എന്ത് ചെയ്യാ, ഇതൊക്കെ ഒന്ന് നോക്കാം, ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോ അതിനെയാണ് നമ്മൾ റിക്വസിഷൻ ഫോം എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഡോക്ടറാണ് അത് ഫിനിഷ് ചെയ്ത് തരുന്നത്. ഏതൊക്കെ ടെസ്റ്റുകളാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിന്റെ നേരെ നമ്മൾ ടിക്ക് ചെയ്ത് ആ ഡോക്ടറുണ്ടെന്ന് പറയുന്ന എല്ലാ കാര്യം ഇതിലേക്ക് നോക്കണം. ഇത് നോക്കാത്തവരുണ്ടെങ്കിൽ അത് നോക്കാം. പഠിക്കണേൽ എന്തായാലും. അപ്പോ ഈ റിക്വസിഷൻ ഫോമിന്റെ ഒപ്പം നമ്മളുടെ സ്പെസിമെന്റും നമ്മളെ ലബോറട്ടറിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. സ്പെസിമെൻ പറഞ്ഞാൽ നമ്മൾ യൂറിനോ ബ്ലഡ് സാമ്പിളോ എന്താണോ സാമ്പിൾ എടുത്തിരിക്കുന്നത് ആ സാമ്പിളും ഈ റിക്വസിഷൻ ഫോമിന്റെ ഒപ്പം നമ്മൾ അയക്കുന്നു. Then second one, the patient identity, age, location, date and time, specimen collection, investigation requested and source of sample for culture or histopathology should be also included. ഇനി നമ്മൾ റിക്വസിഷൻ ഫോമിന്റെ ഒപ്പം തന്നെ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി മീൻസ് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, പേര്, വിവരങ്ങള്, ഏജ്, ലൊക്കേഷൻ, ഡേറ്റും ടൈമും, ആ സ്പെസിമെൻ കളക്ട് ചെയ്ത ഡേറ്റും ടൈമും, ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റഡ് ആൻഡ് സോഴ്സ് ഓഫ് സാമ്പിൾ. അതായത് സാമ്പിൾ നമ്മൾ അതിനൊപ്പം തന്നെ സാമ്പിൾ അയക്കണം. എന്തിനു വേണ്ടിയിട്ട്? കൾച്ചർ ചെയ്യാനോ അല്ലെങ്കിൽ ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗം കണ്ടുപിടിക്കാനായിട്ടൊക്കെ ആയിട്ട് കേട്ടോ. അതിന്റെ ഹിസ്റ്ററി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആ രോഗം കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സാമ്പിളും ബാക്കി പേഷ്യന്റിന്റെ ഐഡന്റിറ്റി കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ലബോറട്ടറിയിലേക്ക് അയക്കണം. മൂന്നാമത് പറയുന്നത് സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻസ്. സാമ്പിള് സ്വീകരിക്കുന്നതും അല്ലെങ്കിൽ നിരസിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. All specimens should be checked on receiving in the laboratory for fitness for test. These checks should include suitable container, quantity, volume in case of blood urine sample, quality of sample in the case of tissue samples, any leakage, etc. നമ്മള് സ്പെസിമെൻസ് കൊടുക്കുമ്പോഴും ആദ്യം നമ്മള് ലബോറട്ടറിയിൽ കൊടുക്കുമ്പോൾ അത് റിസീവ് ചെയ്യുന്നതിന് മുമ്പ് അവരത് ഫിറ്റ്നസ് ആണോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഈ ഫിറ്റ്നസ് ആണോ നോക്കുന്നത് എന്തിനൊക്കെയാണ്? സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറുകളാണോ? അവര് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ കണ്ടെയ്നറൊക്കെ തരും, ഇപ്പൊ യൂറിന് മറ്റു സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ടൊക്കെ. അപ്പൊ ആ കണ്ടെയ്നേഴ്സിലൊക്കെ കറക്റ്റ് ക്വാണ്ടിറ്റിയിലുണ്ടോ? ഇത്ര ക്വാണ്ടിറ്റി വേണം എന്നൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പരിശോധിക്കണമെങ്കിൽ അപ്പൊ കറക്റ്റ് ക്വാണ്ടിറ്റിയിലും വോളിയത്തിലൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോ അത് എന്താ പറയാ ലീക്കേജ് ഒക്കെ ചിലപ്പോ കണ്ടെയ്നറിലൊക്കെ ഈ യൂറിന് മറ്റു കൊടുക്കുമ്പോൾ ലീക്കേജ് ഒക്കെ വരാം. അപ്പൊ ഇത്ര അളവാണ് നമ്മള് ടെസ്റ്റിന് നോക്കുന്നത്. അപ്പൊ അത്രയും അളവില്ലെങ്കിൽ അത് ടെസ്റ്റിന് സ്യൂട്ടബിൾ ആവില്ല. ബ്ലഡ് ക്ലോട്ട് ആയതാണോ അതൊക്കെ നോക്കണം. ഓക്കെ, അത് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇവിടെ നമ്മൾ നോക്കുന്നത് യൂറിന് ബ്ലഡ് ഒക്കെ ലീക്കേജ് ഒക്കെ വരാത്ത രീതിയിലാണോ എന്നൊക്കെ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. Then records should be kept for acceptance, rejection with reasons and actions specified of all samples received in the laboratory as per criteria or criteria defined earlier. എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും റിജക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് പറയുമ്പോൾ റിജക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഒക്കെ ആണെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കേസസുകളും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ബോട്ടിൽ ഹൈജീൻ ഒന്നും ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ കാണിക്കും അല്ലെ. ഇപ്പൊ നമ്മള് ബോട്ടിൽ യൂറിനൊക്കെ കൊടുക്കുന്ന ബോട്ടിലൊക്കെ അതൊന്നും ഹൈജീൻ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണിക്കും. സോ അങ്ങനെ വരുമ്പോ ചിലപ്പോ അത് നമുക്ക് സാമ്പിളുകൾ നിരസിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് നിരസിക്കുകയാണെങ്കിൽ അതിന്റെ കാരണങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും കാരണങ്ങൾ. അതായത് സെക്കൻഡ് വൺ പറഞ്ഞത് എന്താണ്? നമ്മള് എന്തെങ്കിലും കാരണവശാൽ റിജക്ട് ചെയ്യാവുന്നത്, റിജക്ട് ചെയ്യുന്നത് ബ്ലഡ് ഇത്ര മണിക്കൂർ ഇത്ര ടൈമിനുള്ളിൽ ബ്ലഡ് നമ്മള് ടെസ്റ്റിനൊക്കെ വേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ കൂടുതലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂറിനും മറ്റും കൊണ്ടുവരുന്ന കണ്ടെയ്നറിൽ എന്തെങ്കിലും അത് ഹൈജീൻ അല്ല, വൃത്തിയുള്ളതല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാണിക്കും. ചിലപ്പോ ഓൾറെഡി ആ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ആ ഹൈജീൻ ഇല്ലാത്ത ബോട്ടിലിന്റെ കുഴപ്പമായിരിക്കും കാണിക്കുന്നത്. സോ അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോൾ അതെന്ത് ചെയ്യും, നമ്മള് റിജക്ട് ചെയ്യും. Then last point,
If laboratory rejects any sample, it should be informed the patient, doctor and need for recollection. അല്ലെ? ഇനി in case ഇതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റിജക്ട് ആവുകയാണെങ്കിൽ അത് പേഷ്യന്റിന്റെയും ഡോക്ടറെയും ഇൻഫോം ചെയ്തിട്ട് അത് വീണ്ടും റീകളക്ട് ചെയ്യും, ഒന്നുകൂടി സാമ്പിൾ എടുപ്പിക്കും. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ ലാബിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആരെങ്കിലോ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലബോറട്ടറി ഫീൽഡ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടോ? ആരുമില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല അല്ലെ? ആരുമില്ല മീൻസ് MLT-യോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ റിലേറ്റഡ് ആയ കോഴ്സ് പഠിച്ചിരുന്നവരുണ്ടോ? നേഴ്സിംഗ് ഉണ്ട്. ഓക്കെ ഓക്കെ, ലാബ് റിലേറ്റഡ് ആയിട്ട് ആരുമില്ല. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, ചോദിച്ചതുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് സാമ്പിൾ അക്സെപ്റ്റൻസിലും റിജക്ഷൻസിലും വരുന്നത്. ഇനി നാലാമത്തെ കാര്യം വരുന്നത് ലബോറട്ടറി റെക്കോർഡ്. ലബോറട്ടറി റെക്കോർഡ് എന്താണെന്ന് നോക്കാം. All released laboratory reports should be stored as per the national regulator needs. നമ്മള് റിലീസ്ഡ് ആയിട്ടുള്ളത് വെച്ചാല് നമ്മളുടെ റിപ്പോർട്ടിന്റെ ഫലം റിസൾട്ട് വന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും ലബോറട്ടറി റിപ്പോർട്ടുകളും ദേശീയമായിട്ടുള്ള നാഷണൽ റെഗുലേറ്ററി നീഡ്സിന് ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം എന്തെങ്കിലും പേഷ്യൻസിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എടുക്കോളും. അല്ലാതെ വേറൊരു വ്യക്തി വന്നിട്ട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അവൈലബിൾ ആയിട്ട് കൊടുക്കാറില്ല. അങ്ങനെ കൊടുക്കാറുണ്ടോ? നമ്മൾ ഇഷ്ടമുള്ളവർക്ക് വിളിച്ച് ചോദിക്കണം റിപ്പോർട്ട് അങ്ങനെ തരാറുണ്ടോ? നമ്മുടെ റിപ്പോർട്ട് നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ നമുക്ക് തരാറുണ്ട്, അല്ലാതെ വേറെ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേ വിടാറില്ല. Second one, the records can be kept as physical copies as instrument printouts, photocopies or electronically LIS and HIS. നമ്മുടെ റെക്കോർഡുകൾ നമ്മുടെ അവിടെ ഫിസിക്കൽ കോപ്പീസ് ആയിട്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിലൊക്കെ ഓൾറെഡി അതിന്റെ കോപ്പി അവർ സൂക്ഷിക്കും. ഇലക്ട്രോണിക്കലി ആണെങ്കിൽ LIS-ലോ അല്ലെങ്കിൽ HIS-ഓ. LIS വെച്ചാൽ എന്താണ്? ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. ലാബിലൊരു കമ്പ്യൂട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതില് നമ്മളുടെ റിപ്പോർട്ട്സുകൾ അവര് സൂക്ഷിക്കും. നമ്മുടെ പേര് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടും. നമ്മൾ രണ്ടാം വട്ടം പോയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യിക്കും അല്ലെ? ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ റിസൾട്ട് ഓൾറെഡി അവിടെ റെക്കോർഡാണ് അല്ലെ? അപ്പൊ അത് നമുക്ക് നമ്മുടെ പേരും ഡീറ്റെയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിലോ നമ്മളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നു. LIS ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. HIS എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അത് രണ്ടും ഒന്ന് സൈഡിൽ എഴുതിയിട്ടോളൂ. ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. HIS നിങ്ങൾ സൈഡിൽ ഒന്ന് എഴുതിയിട്ട ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഫുൾ ഫോം ആണ്. LIS HIS ചോദിക്കാറുണ്ട് കേട്ടോ. Then use of LIS, that is in laboratory information system. Laboratory information management system enables a laboratory to track specimens from receipt, processing, testing and reporting to storage. അപ്പോ ഇങ്ങനെ നമ്മള് LIS-ൽ നമ്മള് നമ്മുടെ റിപ്പോർട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ റിസീപ്റ്റ് എടുക്കാനും ബാക്കി പ്രോസസ്സിംഗ് കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ വീണ്ടും മുമ്പത്തെ ടെസ്റ്റിന്റെ റിസൾട്ട് എടുക്കാനും മറ്റും നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്കത് ഹെൽപ്ഫുൾ ആണെന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കണില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടാവും, പക്ഷെ നമ്മുടെ കയ്യിലൊന്ന് നഷ്ടപ്പെട്ടേക്കാം അല്ലെ? നമ്മുടെ കയ്യിൽ റിപ്പോർട്ട് തന്നാലും ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് നഷ്ടമായേക്കാം. പക്ഷെ നഷ്ടമായാലും അത് ഹോസ്പിറ്റലിലെ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ സേഫ് ആയിരിക്കും. അപ്പൊ നമ്മളുടെ ഡീറ്റെയിൽ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ റിപ്പോർട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ പറഞ്ഞത്. സാമ്പിൾ ആൻഡ് ലേബലിംഗ്, പിന്നെ നമ്മൾ പറഞ്ഞ റിക്വസിഷൻ ഫോമിന്റെ കാര്യങ്ങള്, ദെൻ സാമ്പിൾ എടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റും, ദെൻ ലബോറട്ടറി റെക്കോർഡ്സുകൾ. ഓക്കെ, നെക്സ്റ്റ് പോകാനോ? എടുക്കാനോ? കുറച്ച് ഭാഗങ്ങൾ എടുക്കാം കേട്ടോ. Laboratory records include but are not limited in the following. അതായത് ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലബോറട്ടറിയിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ്സുകൾ എന്നാണ് പറയുന്നത്.
ഫസ്റ്റ് വൺ റിക്വസ്റ്റ് ഫോം. റിക്വസ്റ്റ് ഫോം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Then results and copies of reports. റിപ്പോർട്ട്സിന്റെയും റിസൾട്ടിന്റെയും കോപ്പികൾ. Then instrument printouts means ഇതുപോലെ ഇൻസ്ട്രുമെന്റ് printouts എന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് അതിന്റെ റിപ്പോർട്ട്സുകൾ. ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. ലബോറട്ടറിയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ എഴുതുന്ന വർക്ക് ബുക്ക് വർക്ക് ഷീറ്റും. ലബോറട്ടറി രജിസ്റ്റർ നമ്മുടെ പേഷ്യന്റ് വരുമ്പോൾ നമ്മുടെ പേരും ഡേറ്റും ഏത് ടെസ്റ്റ് ആണോ ചെയ്യുന്നത് എന്നിവ അടങ്ങിയിട്ടുള്ള വിശദ വിവരങ്ങൾ എഴുതുന്ന ലബോറട്ടറി രജിസ്റ്റർ. കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. കാലിബ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഉപകരണത്തിന്റെ കൃത്യതയും മറ്റും വളർത്തുന്ന അതിനുള്ള ഒരു റെക്കോർഡ്, ഇൻസ്ട്രുമെന്റ്സിന്റെ പരമായിട്ടുള്ള ഒരു റെക്കോർഡ്. QC റെക്കോർഡ്സ്. QC എന്ന് വെച്ചാൽ എന്താ? ക്വാളിറ്റി കൺട്രോൾ. മീൻസ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് സംബന്ധിച്ചിട്ടുള്ള ഒരു റെക്കോർഡാണത്. Then incident book, corrective action reports. Incident book എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും മറ്റു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബുക്ക്. അതുപോലെ തന്നെ കറക്റ്റീവ്, എന്തെങ്കിലും തിരുത്തല്, പ്രവർത്തനങ്ങളൊക്കെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ തിരുത്താനുണ്ടെങ്കിൽ അങ്ങനെയുള്ള തിരുത്തി നമ്മൾ റിപ്പീറ്റ് എഴുതുന്ന ഒരു ആക്ഷൻ റിപ്പോർട്ട്സ് ബുക്ക്. Then സ്റ്റോക്ക് കാർഡ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. സ്റ്റോക്കുകൾ മീൻസ് സപ്ലൈ റെക്കോർഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പൊ സിറഞ്ച് ലീഡില് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നതും അതിന്റെ സപ്ലൈയുടെ ഒക്കെ റെക്കോർഡ്സുകൾ. ദെൻ പേഴ്സണൽ റെക്കോർഡ്. അതിനകത്ത് വരുന്നത് സ്റ്റാഫിന്റെ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങൾ വരും. കോമ്പിറ്റൻസി റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്. സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസും ദെൻ ഹെൽത്ത് റെക്കോർഡ്സും കാര്യങ്ങളും. Then complaints and their resolution. ഇനി ലാബിൽ എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ വരികയാണെങ്കിൽ ആ കംപ്ലൈൻസ് വന്നതും അതിന്റെ റീസൊല്യൂഷൻ, അതിന്റെ പ്രശ്ന പരിഹാരം കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇൻവെന്ററി ഓർ അസറ്റ്സ്. എന്താ ഇൻവെന്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ചരക്ക് പട്ടികകളൊക്കെ പറയും. സ്റ്റോക്കുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വേണ്ടത് അല്ലെ? എക്യുപ്മെന്റ്സ് വേണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ എന്തൊക്കെയാണ് ലഭ്യമാണ് ഇനി വേണ്ടി വരുന്ന കാര്യങ്ങള് നീഡിലോ അങ്ങനെയുള്ള മറ്റു സംഭവങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ സ്റ്റോക്ക്. ദെൻ സേഫ്റ്റി മാനുവല്, സുരക്ഷാ നിയന്ത്രണങ്ങളുടെ ഒരു മാനുവല്. ദെൻ ബഡ്ജറ്റ്സ്, എന്തൊക്കെയാണ് ബഡ്ജറ്റ്സിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ദെൻ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ കൃത്യമായിട്ടുള്ള SOP ഫോമിൽ എഴുതണം. ദെൻ വർക്ക് ലോഡ് ആൻഡ് സർവൈലൻസ് റിപ്പോർട്ട്സ്. വർക്ക് ലോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലിയുടെ റിപ്പോർട്ട്. അതുപോലെ തന്നെ സർവൈലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരീക്ഷണ റിപ്പോർട്ട്. നമ്മള് മീൻസ് ഓരോ കാര്യങ്ങളും ഇത്ര ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തു അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര ടെസ്റ്റുകളാണ് ചെയ്യുന്നത് അതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിരീക്ഷണ റിപ്പോർട്ടുകൾ. ഇത്രയും കാര്യങ്ങളാണ് ലബോറട്ടറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ജസ്റ്റ് നിങ്ങൾ ആ പേര് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഒന്ന് പേര് മാത്രം ഒന്ന് നോക്കി വെക്കുക. SOP ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പറയാറുണ്ടല്ലോ കുറച്ച് ഫുൾ ഫോമുകളൊക്കെ നമുക്ക് എല്ലാ പാഠത്തിൽ നിന്നും ഉണ്ട്. അതിനെ കുറിച്ച് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കാം. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. കോമ്പിറ്റൻസി റെക്കോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ പരസ്പരം ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടോ ഹെൽത്ത് റെക്കോർഡ്സും ഓരോരുത്തരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും ചെയ്യുകയല്ലേ ലബോറട്ടറിയില്. അപ്പോ ആ സ്റ്റാഫുകൾ തമ്മിലുള്ള അതിന്റെയൊക്കെ ഒരു കോമ്പിറ്റൻസി റെക്കോർഡ്സ് ആയിരിക്കും. അതായത് ഇപ്പൊ വന്ന ടൈം, വർക്കിംഗ് ടൈം, പ്രവർത്തനം അങ്ങനെയുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റിന്റെ ടൈമും അങ്ങനെയൊക്കെ പേഴ്സണൽ റെക്കോർഡ്സിലാണല്ലോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റാഫിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ്. Policies and procedures വായിച്ചു നോക്കിക്കോളൂ. അത് തുടങ്ങി നമ്മളിപ്പോ പറഞ്ഞ റെക്കോർഡ്സ് വരെ വായിച്ചു നോക്കണേ.
ഓരോന്നിന്റെ ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാം കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞതാണ് എല്ലാം. LIS HIS ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്തുക. റെക്കോർഡ്സുകള് ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇല്ല കേട്ടോ, പേരുകൾ മാത്രം നോക്കിയാൽ മതി. QC എന്ന് വെച്ചാൽ ക്വാളിറ്റി കൺട്രോൾ എന്നാണ് കേട്ടോ. QC റെക്കോർഡ് കംപ്ലീറ്റ് ആയി വായിച്ചോ? വായിച്ചോ? തുടങ്ങിക്കോളി എല്ലാവരും. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. നമുക്കറിയാം ലബോറട്ടറിയിൽ സുരക്ഷ അത്യാവശ്യമാണ് അല്ലെ. ഒത്തിരി എക്യുപ്മെന്റ്സുകളും ബാക്കി കെമിക്കലും അങ്ങനെയൊക്കെ വരുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകൾക്കും കാര്യങ്ങൾക്കും കുറച്ചുകൂടി സുരക്ഷ ആവശ്യമാണ്. നോക്കാം. Personnel who are working in laboratories may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. നമുക്കറിയാം ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് വിവിധ തരത്തിലുള്ള അപകടങ്ങൾക്ക് വിധേയരാകാറുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങളാണ്? കെമിക്കൽസ് വരാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ ഫയർ വരാം, ഡേഞ്ചർ, ഇലക്ട്രിക് ഷോക്ക്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഗ്യാസ് ലീക്ക് തുടങ്ങിയപരമായിട്ടുള്ള അപകടങ്ങൾക്ക് അവിടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്നവരെ വിധേയരാകാം. എപ്പോഴും അങ്ങനെ അപകടങ്ങൾ വന്നേക്കാം. The environment is also at risk of being contaminated by dangerous materials used and waste generated in the laboratory. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സൺസിന് ഇതുപോലെ തന്നെ പ്രശ്നമാണ് അല്ലെങ്കിൽ വിധേയരാകാം ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും. സെയിം അതുപോലെ തന്നെ എൻവയോൺമെന്റും ഓൾസോ റിസ്ക് ആണെന്ന്. ഇതുപോലെ മലിനമായിട്ടപ്പെട്ട കണ്ടാമിനേറ്റഡ് ബൈ ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ, പ്രകൃതി നമ്മുടെ എൻവയോൺമെന്റ് ഇതുപോലെ തന്നെ മലിനമായിട്ടുള്ള മെറ്റീരിയൽസ് മൂലം നമുക്ക് അതും ഈ ലബോറട്ടറീസ് ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റും മറ്റും എൻവയോൺമെന്റിനും ദോഷം ചെയ്യുന്നു. Policies should define use of sharks,
Disposal of bio-waste, reagents, sharp and other waste involved in the laboratory according to the local and national regulations. അതായത് ഈ പ്രാദേശികവും അതായത് ലോക്കൽ ആൻഡ് നാഷണൽ പ്രാദേശികവും അല്ലെങ്കിൽ ദേശീയമായിട്ടുള്ള നടപടിക്കനുസൃതമായിട്ട് വേണം അവയുടെ ഉപയോഗങ്ങൾ നിർവചിക്കാൻ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഈ ബയോ വേസ്റ്റുകളും അതുപോലെ തന്നെ ഷാർപ്പ് വേസ്റ്റുകളും മറ്റും റെഗുലേഷൻസ് അനുസരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് ഷാർപ്പ് പഠിച്ചത് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ആ പേജ് വേണം പഴക്കി വെച്ചേക്കണം. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ബയോമെഡിക്കൽ വേസ്റ്റ് ഇവിടെ തന്നെ എടുത്തത് ആണോ? ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തില്ലേ? എടുത്തോ? യെസ്, ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഷാർപ്പ് വേസ്റ്റുകളും അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെയാണ് അത് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നതെന്ന് അല്ലെ? അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഒരു ടേബിളും വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ പഠിച്ചത്? ഇന്ന കണ്ടെയ്നറിൽ നിക്ഷേപിക്കണം അല്ലെ? ബാഗ്സ് ഓർമ്മ വരുന്നുണ്ടോ കുറച്ച് നേരത്തേക്കില്ല? ഓക്കെ, അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഷാർപ്പ് വേസ്റ്റുകളും ബാക്കി ബയോമെഡിക്കൽ വേസ്റ്റുകളും ആ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് വേണം പാലിക്കാൻ, ഉപയോഗിക്കാനും അതുപോലെ തന്നെ അത് ഡിസ്പോസൽ ചെയ്യാനും. അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽ പറയുന്നില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ടേബിൾ പഠിച്ചതാണ് അല്ലെ? ഓർമ്മയുണ്ടോ? 7 ടൈപ്പ് കാണാൻ പാഠം പഠിച്ചൊക്കെ പറഞ്ഞ ആളുകളാണ് നിങ്ങള്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ, it is necessary to train all personnel in standard precautions. Safety in laboratory therefore include protection of both the personnel and the environment from dangerous materials. അപ്പോ എങ്ങനെയാണ് അത്യാവശ്യമാണെന്ന് നമുക്ക് പേഴ്സണലി സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എടുക്കാൻ, മുൻകരുതലുകൾ എടുക്കാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളും മറ്റും നൽകണം അല്ലെ? ലബോറട്ടറിയിൽ ഇതുപോലെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിനിങ്ങുകൾ കൊടുക്കണം. അതുപോലെ തന്നെ സേഫ്റ്റി ലബോറട്ടറി therefore include protection of both personnel. അതുപോലെ തന്നെ ലബോറട്ടറിയിൽ സേഫ്റ്റി നമ്മൾക്ക് പേഴ്സണിന്റെ മാത്രമല്ല നമ്മുടെ എൻവയോൺമെന്റിന്റെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് നിന്നും നമ്മള് എൻവയോൺമെന്റിനെയും സംരക്ഷിക്കണം. അപ്പൊ അതിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഡേഞ്ചറസ് മെറ്റീരിയൽ വേസ്റ്റ് ഡിസ്പോസലൊക്കെ ഇതുപോലെ നമ്മൾ പറഞ്ഞ കറക്റ്റ് കണ്ടെയ്നർസോ ആ കറക്റ്റ് ബാഗിലൊക്കെ തന്നെ നിക്ഷേപിക്കുക. അപ്പൊ നമുക്ക് പ്രകൃതിക്കും ദോഷം ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന പേഴ്സണും അത്ര ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല. ക്ലിയർ ആയോ? സേഫ്റ്റി ലബോറട്ടറി ഒന്നുമില്ല. അതായത് അവിടെ വർക്ക് നിൽക്കുന്ന വർക്കേഴ്സിന് പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാം അല്ലെ? ഫയറോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോക്കോ ഗ്യാസ് ലീക്കേജ് ഒക്കെ സംഭവിക്കാം. പേഴ്സന്റെ പോലെ തന്നെ എൻവയോൺമെന്റിനും അത് ബാധകമാണെന്ന്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഷാർപ്പ് വേസ്റ്റുകളും ബയോമെഡിക്കൽ വേസ്റ്റുകളൊക്കെ അത് നമ്മൾ എന്ത് ചെയ്യണം? ലോക്കൽ ആൻഡ് നാഷണൽ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ കണ്ടെയ്നേഴ്സിലോ അതിന്റെ പരമായിട്ടുള്ള ബാഗുകളിൽ നിക്ഷേപിക്കണം. അതുപോലെ തന്നെ ലാബിൽ നിൽക്കുന്ന എല്ലാ പേഴ്സൺസിനും എങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയുള്ള അപകടങ്ങൾ വരുമ്പോൾ അതിനെ പ്രിക്കോഷൻസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കുക. ദെൻ ലബോറട്ടറിക്ക് അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് പേഴ്സണെ മാത്രമല്ല എൻവയോൺമെന്റിനെയും കൂടി എന്ത് ചെയ്യാം? അത് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ക്ലിയർ ആയോ? എല്ലാവർക്കും? ഓക്കെ, പറഞ്ഞേ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് ഒന്ന് വായിക്കാം. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് വായിച്ചു നോക്കിക്കോളൂ. Safety in laboratories വായിച്ചു നോക്കിക്കോളൂ.
വായിച്ചോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? സേഫ്റ്റി ഇൻ ലബോറട്ടറി എളുപ്പമാണ് വായിച്ച് മനസ്സിലാക്കാനുള്ളത്. കംപ്ലീറ്റ് ആയോ? ഓക്കെ, ദെൻ ജനറൽ സേഫ്റ്റി മെഷേഴ്സ് കുറച്ച് പോയിന്റ് ആണ്, അതുകൂടി ഒന്ന് പറയാം. അതുകൂടി എടുക്കുന്നുള്ളൂ, കുഴപ്പമില്ല. അതുകൂടി എടുത്തോട്ടെ. അപ്പോൾ ചെറിയ പോയിന്റ്സുകളാണ്, പോയിന്റ്സ് കൂടി നമുക്ക് വായിക്കാം. എളുപ്പമാണ്, തവലിലേക്ക് ബുദ്ധിമുട്ടില്ല. പറയാനോ ഒരു ജനറൽ സേഫ്റ്റി മെഷേഴ്സ്? നിങ്ങൾ വായിക്കണോ അല്ലെങ്കിൽ ആരും ഈ ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യൂ? നിങ്ങൾ എങ്ങനെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന ഞങ്ങൾക്കും റെസ്പോൺസ് കിട്ടണ്ടേ? ഓക്കെ, ജനറൽ സേഫ്റ്റി മെഷേഴ്സ് അതുകൂടി ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ അധികം എടുത്ത് ബോറാക്കുന്നില്ല, ഞാൻ കുറച്ച് ബോറിംഗ് ആണെന്ന് അറിയാം, പക്ഷെ നമുക്ക് ഇത് കണ്ടു വൃത്തിയില്ലല്ലോ. നോക്കാം. ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. All laboratory personnel should have a knowledge of the laboratory safety policy and procedures and act in accordance with these at all times. അല്ലേ? അതായത് എല്ലാ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന കോഴ്സിനും ലബോറട്ടറിയെ കുറിച്ചുള്ള അതിനും അതിന്റെ ഒരു സേഫ്റ്റി പോളിസിനെ കുറിച്ചും നല്ലൊരു അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും അവയ്ക്ക് അനുസൃതമായിട്ട് വേണം പ്രവർത്തിക്കുവാനും. അതായത് നമ്മൾ പറഞ്ഞു എല്ലാം വളരെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതിനെ കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. അതനുസരിച്ചിട്ട് വേണം അവര് അത് പ്രവർത്തിപ്പിക്കുവാനും പെരുമാറാനും അവരുടെ സേഫിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം. ആ അറിവ് അനുസരിച്ചിട്ട് വേണം അവർ പ്രവർത്തിക്കുവാൻ. സെക്കൻഡ് വൺ, list of dangerous materials used in the laboratory should be prepared. ലാബില് അപകടകരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. മൂന്നാമത്തെ പോയിന്റ്, eye wash facility should be made available as stand-alone facility or attached to sink. ഐ വാഷിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് സിങ്ക്, നമ്മൾ ഫേസ് മുഖമൊക്കെ കഴുകാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. സ്റ്റാൻഡ് അലോൺ എന്ന് വെച്ചാല് നമുക്ക് തന്നെ പോയിട്ട് കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഒരു സിങ്കിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. Then bio-hazard symbols should be used on all container equipment that contains bio-dangerous materials. നമ്മള് ബയോഹസാർഡ്സിൽ പറഞ്ഞു ഓരോ കണ്ടെയ്നറിനും ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോഡുകൾ കൊടുക്കുക. ഓർമ്മയുണ്ടോ ഏതെങ്കിലും കളർ കോഡുകൾ? ഓർമ്മയുണ്ടോ? യെല്ലോ ബാഗ്, ഗ്രീൻ ബാഗ്, റെഡ് ബാഗ് എന്നൊക്കെ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എവിടെ ഓർമ്മയുണ്ടാനല്ലേ? അതൊക്കെ നമ്മൾ അന്ന് പഠിച്ചിരിക്കാൻ വെച്ചേക്കണല്ലേ ടീച്ചറെ? ഇത് നാളെ എക്സാമിന് വേണ്ടി നമ്മൾ തലേദിവസം വായിക്കാനിരിക്കുമല്ലോ അല്ലേ?
യെല്ലോ വിമൻ ഫ്ലൂയിഡ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടല്ലോ, അത് മതി കേട്ടോ. അപ്പൊ ഡിഫറെന്റ് കണ്ടെയ്നേഴ്സിലുള്ള ആ കളേഴ്സ് ബാഗിലൊക്കെ സൂക്ഷിക്കുക, അതിനൊരു സിംബൽസ് ഒക്കെ കൊടുക്കുക. Then laboratory personnel should be completely trained managing fire and non-fire emergencies like large spillage, gas leakage, etc. ലബോറട്ടറിയിലെ പേഴ്സണൽ കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ആയിരിക്കണം. എങ്ങനെയാണ് ഫയർ ഒക്കെ വന്നാൽ അതിനെങ്ങനെ മാനേജ് ചെയ്യാം, ലീക്കേജോ അല്ലെങ്കിൽ സ്പില്ലേജോ ഗ്യാസ് ഒക്കെ ലീക്ക് ആവുകയാണെങ്കിലേ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ട്രെയിനിങ്ങും കാര്യങ്ങളും ആള് അറിഞ്ഞിരിക്കണം. Then ample fire extinguishers should be quickly available in the laboratory. നമ്മള് വിപുലമായിട്ടുള്ള ഈ എക്സ്റ്റിങ്വിഷേഴ്സ് തീപിടുത്തമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കിടത്താൻ ഒരു എക്യുപ്മെന്റ്സ് റെഡ് കളർ സംഭവം കണ്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കൊടുക്കാറുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ അതൊക്കെ അടുത്ത് തന്നെ അവൈലബിൾ, ലബോറട്ടറിയുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കണം. അതായത് തീപിടുത്തമൊക്കെ ഉണ്ടാവില്ലേ, ഫയർ എക്സ്ക്ലൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റെഡ് കളർ സംഭവമില്ലേ, ഇപ്പൊ കത്തിക്കുന്നതല്ലേ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? Then accident, incident, injuries record of laboratory personnel should be kept and intimated to the designated autonomy. ഇപ്പോൾ ലാബ് ജീവനക്കാർക്ക് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും പരിക്കുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കണം. ഇന്ന കാരണങ്ങളൊക്കെ സംഭവിച്ചു എന്നൊരു രേഖ സൂക്ഷിക്കുകയും അത് അതിന്റെ അതോറിറ്റിയെ, സ്റ്റാഫ് അതോറിറ്റിയെ, അവരുടെ ടോപ്പിൽ ഉയർന്ന പൊസിഷൻസിലുള്ള ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, അപ്പൊ ആ അതോറിറ്റിയെ ഇൻഫോം ചെയ്യുകയും ചെയ്യണം. Then do not chew gum, drink, smoke or eat while working in the lab. Then laboratory glassware should never used as food or beverage containers. അതായത് ലബോറട്ടറിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും വേറെ അങ്ങനെ കുടിക്കുവാനോ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ദം ചെയ്യാനൊന്നും പാടില്ല. അതുപോലെ തന്നെ ലബോറട്ടറിയുടെ ഒരു ഗ്ലാസ് വെയർ ടേബിൾ പോലത്തെ സംഭവമൊക്കെ ഉണ്ടാവും, അവിടെ ഫുഡ് കഴിക്കാനോ വേറെ ഭക്ഷണം കഴിക്കാനോ ഒന്നും ഇരിക്കാൻ പാടില്ലത്. കാരണം എന്താണ്, ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാഫുകൾ കൈകൾ കഴുകി അവർക്ക് ഫുഡ് കഴിക്കാനുള്ള വേറൊരു സെപ്പറേറ്റ് റൂംസും കാര്യങ്ങളും ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, ഇൻഫെക്ഷൻസും മറ്റും സംഭവിക്കാം. Then always put on suitable clothing, chemically resistant lab coat or aprons are suggested. ലാബിൽ നിൽക്കുന്നവരൊരു കോട്ടൊക്കെ ഇട്ടായിരിക്കും നിൽക്കുന്നത് ഇല്ലേ? ലാബിലെ സ്റ്റാഫുകളെ അവര് ഓൾറെഡി ഇടുന്ന ഡ്രസ്സിന് പുറമെ ഒരു വൈറ്റ് കോട്ട് ഇതേപോലത്തെ ഒരു കോട്ട് ഇട്ടിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലെ? അതായത് കെമിക്കൽസിനെ റെസിസ്റ്റന്റ് ചെയ്യാൻ തരത്തിലുള്ള കോട്സോ അല്ലെങ്കിൽ മറ്റ് aprons ഒക്കെയാണ് നമ്മൾ ധരിക്കുന്നത്. Then handle needless syringe and other sharp with the utmost care. അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം സിറിഞ്ചും നീഡിൽസ് ഒക്കെ കൈകാര്യം ചെയ്യുക. Then compressed gas cylinders should be secured to prevent them from being knocked over. knocked over പ്രശ്നങ്ങൾ ഈ കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് കട്ടുന്നത് മീൻസ് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് മീൻസ് ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാറുണ്ട്. ഇത് കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടർ എന്ന് വെച്ചാല് സിലിണ്ടറുകൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലുകളിൽ ഇരിക്കുന്നത്, ഓക്സിജൻ സിലിണ്ടറും മറ്റും കണ്ടിട്ടുണ്ടോ? യെസ്, അതിനാണ് ഈ കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത്. അത് സൂക്ഷ്മതയോടെ വേണം കൈകാര്യം ചെയ്യാറുണ്ട്. അതിപ്പോ പോയി തട്ടാനോ പിടിക്കാനോ ഒന്നും പാടില്ല. Then in the care of chemical splashing in your eyes or in your skin, immediately flush an affected area with the running water for at least 20 minutes eye wash facility. In case എന്തെങ്കിലും ഒരു കെമിക്കൽ ഇപ്പൊ നമ്മുടെ കണ്ണില് അവിടത്തെ ഉള്ള എന്തെങ്കിലും ഒരു കെമിക്കൽ നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോ നിൽക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് വാഷ് ചെയ്യണം, വാട്ടറിൽ വാഷ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് എങ്കിലും നല്ലപോലെ കണ്ണിൽ വെള്ളം നമ്മൾ കുത്തിവെച്ച് കഴുകാൻ പോയില്ലേ, ഇങ്ങനെ വെള്ളം നല്ലപോലെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും നല്ല രീതിയിൽ കണ്ണ് കഴുകണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ആവാൻ സാധ്യതയുണ്ട്. സ്കിന്നിലായാലും അതുപോലെ തന്നെ ടാപ്പ് തുറന്നിട്ട് നമ്മൾ ഒരു 20 മിനിറ്റ്സോ അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ടാപ്പ് തുറന്നിട്ട് ഒന്ന് അതിനിടയിൽ നമ്മൾ വെള്ളം നല്ല രീതിയിലൊന്ന് ഓപ്പൺ ആ സ്കിന്നിൽ ഏത് ഏരിയയിലാണോ
സ്പ്ലാഷ് ചെയ്തിരിക്കുന്നത് അവിടെ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത് കഴുകുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് നമ്മള് സേഫ്റ്റി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ്, ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. വായിച്ചെല്ലാവരോ? ഇത്രയും ഭാഗം മതിയോ? നെക്സ്റ്റ് നാളെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയെന്നേ. മതിയായോ? ബോറടിച്ചോ? മതി മാം. ഓക്കെ ഓക്കെ, എടുക്കുന്നില്ല. കുറച്ചു നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായ ക്ലാസ് നിങ്ങൾക്കും ബോറിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അറിയാം കേട്ടോ, കുഴപ്പമില്ല. ഇനിയിപ്പോ ഒരു നാളത്തെ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ കംപ്ലീറ്റ് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആകും. ദെൻ പഠനം എവിടെ വരെയായി? എല്ലാവരും പഠിക്കുന്നുണ്ടോ? പഠനം നടക്കുന്നുണ്ട് എല്ലാവരുടെയും? ഓക്കെ, നന്നായിട്ടൊക്കെ പഠിക്കാം. എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല എക്സാമിന്റെ. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് വരുന്ന ഭാഗം ഏതാന്ന് പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മള് എടുത്തപ്പോ തന്നെ ഞാൻ ഓരോന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു ഈ LIS HIS അങ്ങനെയുള്ള കുറച്ച് ഇത് പഠിക്കുക. പിന്നെ നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ എടുത്ത ടൈപ്പ് ഓഫ് ലബോറട്ടറി ലെവൽസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എപ്പോഴും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. ഈ നിങ്ങൾ ആ നമ്പേഴ്സും ആ ലബോറട്ടറിയുടെ പേര്, ഇപ്പൊ സ്മോളിൽ എത്ര എണ്ണം ഉൾപ്പെടുന്നു, മീഡിയത്തിൽ എത്ര എണ്ണം, ലാർജില് വെരി ലാർജ് സൈസിൽ. അപ്പൊ ആ നമ്പർ വെച്ച് പഠിച്ചു വെക്കുക. അത് എപ്പോഴും ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഏതെങ്കിലും വിധത്തിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഇപ്പോ ടേബിളിലാണെങ്കിലും ആ പൊസിഷനും ആ റെസ്പോൺസിബിലിറ്റീസും ഒന്ന് നോക്കി വെക്കുക. എഡ്യൂക്കേഷൻ അങ്ങനെ ചോദിക്കാറില്ല ഇതുവരെ. റെസ്പോൺസിബിലിറ്റീസും ഇതിനാണ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ ഇതിപ്പോ എടുത്ത എക്യുപ്മെന്റ്സിൽ SOPയുടെ ഫുൾ ഫോം പഠിക്കണം. ദെൻ അതുപോലെ തന്നെ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് അത് പോയിന്റ് ആണല്ലോ, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ദെൻ സാമ്പിൾ ലേബലിംഗില് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. ദെൻ റെക്കോർഡുകളുടെ പേരൊന്ന് നോക്കി വെക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ അതിന് ഉൾപ്പെടാത്തതോ ഇല്ലാത്തതോ ഉൾപ്പെടുന്നതോ എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. SOPS SOP എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. SOPS മീൻസ് ആ എസ് ഒരു സ്മോൾ എസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ SOP നമ്മള് ഓൾറെഡി എഴുതിയല്ലോ. സ്മോൾ എക്സ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സിസ്റ്റം എന്നാണ് സ്മോൾ എക്സിന് പറയുന്നത്. മെയിൻലി SOP എന്നാണ് നമ്മൾ നോർമലി പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേട്ടോ. അങ്ങനെ ചോദിക്കാറുള്ളൂ, അങ്ങനെ സെർച്ച് ചോദിക്കാറില്ല ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ. നമ്മള് സേഫ്റ്റി ലബോറട്ടറീസിൽ ജനറൽ മെഷേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി അതിന്റെ പോയിന്റ്സും അത്രയും ഭാഗം നോക്കിയാൽ മതി.
ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിംബൽസ് ഉണ്ട്. ലബോറട്ടറിയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സിംബൽസുകളും then responsibilities are common lab managerന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് ഇനി വരുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് എടുക്കാനായിട്ട്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് കിട്ടുന്ന സമയം എന്ത് ചെയ്യാ, പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ശ്രമിക്കുന്നുണ്ട് എല്ലാവരും? പഠിക്കുന്നുണ്ടോ? മറുപടി ഒന്നുമില്ല. ഉണ്ട് മാം, തുടങ്ങി പഠിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, കുറച്ച് ദിവസം ഉള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് പഠിക്കുക. എല്ലാ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫുൾ ഫോമുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് ഫുൾ ഫോമുകൾ മാത്രം പഠിക്കുമ്പോഴേ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നമ്മൾ സൈഡിൽ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഓരോ ചാപ്റ്ററിൽ ഫുൾ ഫോമുകൾ കാണില്ലേ, അതൊന്ന് സെപ്പറേറ്റ് ഒന്ന് എടുത്തൊന്ന് എഴുതി വെക്കാം. ഓക്കെ, കുറച്ചുകൂടി പഠിക്കാനും എളുപ്പമായിരിക്കും. അത് എഴുതി വെക്കുന്നുണ്ട് മാം നമ്മള്. ഓക്കെ, നല്ല കാര്യം. അങ്ങനെ എഴുതി വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് ആ എക്സാമിന് തൊട്ട് മുമ്പ് വല്ലതും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാലോ, അല്ലെ? നമുക്ക് ആ ഫുൾ ഫോമുകളുടെ മാർക്കിങ്ങിലും കിട്ടുമല്ലോ. അപ്പം അങ്ങനെ സെപ്പറേറ്റ് എഴുതി വെച്ച് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ബോക്സ് ഒക്കെ വെച്ച് വരക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചങ്ങനെ ഹൈലൈറ്റ് ചെയ്തൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത പോർഷൻ ആണ്. അധികം ടേമുകളൊന്നും വരുന്നില്ല. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, പിന്നെ നമുക്ക് നാളെ ഞാൻ തന്നെ കണ്ടിന്യൂഷൻ ആണ്. നാളത്തെ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് കഴിയും കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.